പണമെല്ലാം തന്നെ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളവരെല്ലാം തന്നെ ഇതുപോലെ ഒരു ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വേറെ ഏരിയയിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ സാധാരണക്കാരായിട്ടുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ കൃഷിയിടങ്ങളാണല്ലോ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ഒരു ജോലിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരെ കൊണ്ട് വർക്ക് എടുപ്പിക്കുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ മെയിനായിട്ട് ഞാൻ കാണാനും മനസ്സിലാക്കാനും സാധിച്ചത് എന്നുള്ളതാണ്. അനന്തപുർ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. കളക്ട്രേറ്റിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ആ മലയ്ക്ക് മേലായിട്ട് ഒരു ക്ഷേത്രം വരുന്നുണ്ട്, മനോഹരമായിട്ടുള്ള ക്ഷേത്രം. ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു പ്രകൃതിരമണീയമായ കാഴ്ചകളാണ് ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ നമ്മളെ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ നിൽക്കാൻ തോന്നുന്നത്. നമ്മുടെ കേരളത്തേത് എന്നപോലത്തെ ഒരു കാലാവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും കേരളത്തിൽ നിന്നാണ് വരുന്നത്. കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ടല്ലോ, അത് അനുഭവിച്ചറിയേണ്ടതാണ്. അതിന് നമുക്ക് കേരള ജനതയുടെ ഒരു വലിയൊരു പങ്ക് ആ ഒരു കാര്യത്തിലുണ്ട് എന്നുള്ളത് പുറമേ നിന്ന് നമുക്ക് കാണാനേ സാധിക്കുള്ളൂ. ഈ കാണുന്ന ഒരു പശുക്കുട്ടി ഉണ്ടല്ലോ, അതിനെന്തൊക്കെയോ രോഗങ്ങൾ ബാധിച്ചിട്ട് അതിൻ്റെ മേത്ത് എന്തൊക്കെയോ തേച്ചിട്ട് അവിടെ കാണുന്നുണ്ട്. വളരെ സങ്കടം തോന്നി. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനാവും? അനന്തപുർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഒരു വാണിജ്യ നഗരമായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതായത് അനന്തപുരിൻ്റെ ചുറ്റുപാടുകളെല്ലാം തന്നെ ഒരുപാട് കൃഷിയിടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നീട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു നിശ്ചിത ടൗണുകൾ ഒരുമിച്ച് ഒരു ഏരിയയിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു പ്രതിനിധിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുറ്റുപാടിലും ഒരുപാട് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഏരിയയിലേക്ക് ആളുകൾ മൊത്തം കണ്ട് താമസവും കാര്യങ്ങളുമായിട്ട് വന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ വലിയൊരു ടൗണായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ ഈ താമസിക്കുന്ന ഏരിയയിൽ മൊത്തത്തിൽ കച്ചവടങ്ങളും വാണിജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ ഇവർ ഈ താമസിക്കുന്നതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയ മൊത്തത്തിൽ ഇവർ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്.